അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഉരുകി തുടങ്ങി. നമ്മളീ നെയ്യ് ഒരു മാസത്തിൽ കൂടുതൽ ഒഴിച്ച് വെച്ച എടുത്തു വെച്ച പാടയാണ്. ഫ്രീസറിൽ എടുത്ത് വെച്ചു, ഓരോ ദിവസത്തെയും പാട. അങ്ങനെ ഇത് 1.5 മാസത്തോളം എടുത്തു വെച്ച പാടയാണിത്. അതാണ് നമ്മൾ ഉരുക്കി നെയ്യാക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് നെയ്യ് കിട്ടും കേട്ടോ. നമുക്ക് ആവശ്യത്തിന്, വീട്ടാവശ്യത്തിന് നമ്മൾ നെയ്യ് മേടിക്കേണ്ട ആവശ്യമില്ല. പായസം വെക്കാനാണെങ്കിലും ഒരു ചപ്പാത്തിക്ക് ശകലം പുരട്ടാനാണെങ്കിലും ഒക്കെ, ചപ്പാത്തിയിലൊക്കെ നെയ്യ് ഇച്ചിരി ഒഴിച്ച്, ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് കുഴച്ചാലില്ല, ചപ്പാത്തിയൊക്കെ നല്ല രസമായിരിക്കും. ഏകദേശം നെയ്യായി തുടങ്ങി. ഇത് കുറേ സമയം വേണം കേട്ടോ. ഞാൻ കുറേ സമയമായി ഇത് ഇളക്കി. നിങ്ങളെ പിന്നെ പകുതിക്കാണ് ഇത് പിന്നെ വെച്ചത് കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഫുള്ളും കാണിക്കാൻ നിന്നാലല്ലേ ഒരുപാട് സമയം വേണം. അപ്പം ആയി തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ടോ? അതാ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നു. നെയ്യായി. ഇനിയൊന്ന് ഇതൊന്ന് കളറ് മാറി. ഇപ്പം മഞ്ഞ കളറാണ്. ഈ കളറൊന്ന് മാറിയൊരു ചെറിയൊരു ഗോൾഡൻ കളറായി വരണം. ഇപ്പോൾ ഒരു മഞ്ഞയാണ്. ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം അടുപ്പ്. പിന്നെ തണുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇളക്ക് വിട്ടു പോയാലല്ലേ അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വരും. ഞാനൊരു ശകലം ഉണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇനി ഇത് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞാൽ നെയ്യ് നമുക്കെടുക്കാം, ഊറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കണം. ഈ കളറാണ് വരുന്നത്. കളർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു കറുത്ത പോലത്തെ കളറ്. അപ്പോൾ നെയ്യ് നമ്മൾ ഉരുക്കിയതാണിത്. നമുക്കിത് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിക്കാം. നമുക്ക് എത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? നീ ഇതിൽ നിങ്ങൾ ഇറ്റിട്ട് വീഴും.
അപ്പോൾ നമ്മൾ ഉരുക്കിയിട്ട് ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നര മാസം എടുത്തു വെച്ച പാൽപ്പാടയായത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും കിട്ടിയില്ലേ.